ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6:15 അപ്പോൾ നമ്മൾക്കിന്ന് 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോളിയോ എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ പിള്ളേരൊക്കെ കൊണ്ടിട്ട് നമുക്കിവിടെ അടുത്തുള്ള അച്ഛനും മക്കളും നല്ല ഉറക്കമാണ്. അല്ലൂസും മൈനൂസും നല്ല വാശൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതിൽ ആർക്കും ഒരാൾക്ക് ഭയങ്കര കുറുമ്പുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല പറയാനായിട്ടത്. ഇത് ആരാണ്? ഇത് അല്ലു ആണ് കേട്ടോ. അല്ലു ആണ് ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് കൊടുക്കുക കമ്മന്നൊക്കെ. അപ്പോൾ ദേ പെട്ടി പാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും വേറെ എന്തോ പ്ലാൻ ഉണ്ടെന്ന്. അതെ, വേറൊരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ വൈകാണ്ട് പറയാം. അടുക്കളയിലെത്തട്ടെ, മേല് കഴുകാനുള്ള വെള്ളം വെക്കട്ടെ, ആദ്യം കുളിക്കട്ടെ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരുവിധം പേർക്കും എങ്ങോട്ടോ ഒരു യാത്രയാണ്, അടുത്ത ട്രിപ്പിനുള്ള സമയമാണ്. അതെ, ഒരു ട്രിപ്പല്ല, ഞങ്ങളൊരു അടിപൊളി സ്റ്റേക്കേഷനാണ്. ഞങ്ങൾ മുന്നേ പോയൊരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടിട്ട് കൈസ്, മുടി കുറേ ഉള്ളതുകൊണ്ട് ഭയങ്കര ഭാരമായി തോന്നുന്നു. ഞാനിപ്പോൾ അടുത്ത് വെട്ടിയതാട്ടോ. എന്നോട് കുറേ പേര് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് വൃത്തിയിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര വാലായിരുന്നു താഴത്തേക്ക്. ഒരവസരം നല്ല മുടി ഉണ്ടായിരുന്നതാണ്. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ അതിനേക്കാളും നല്ല മുടിയായി. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇവർക്ക് 1.5 വയസ്സ് എത്തിയപ്പോൾ തുടങ്ങി കൊഴിയാനായിട്ട്. പിന്നെ മുടി മര്യാദയ്ക്ക് വളർന്നിട്ടില്ല എന്ന് പറയാം. നല്ല മുടിയൊക്കെ പോയിട്ട് ഒരുമാതിരി പിരിപിരി മുടിയാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം നല്ല മുടി വളരും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരും. എന്താണെന്ന് എനിക്കറിയില്ല, വയസ്സായില്ല, അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ മിഠായി മേടിക്കാനാണ് പോണത് അല്ലേ? മോനെ ഇന്നൊരു അടിപൊളി മിഠായി ഉണ്ട് കിട്ടും നമുക്ക് കേട്ടാ. ഡോക്ടർ ബാബു ചേട്ടന് വേണോ? ചേട്ടൻ കാശിക്ക് വേണോ? ആർക്കൊക്കെ വേണം? അയിനൂന് വേണം, അല്ലൂന് വേണം, എല്ലാവർക്കും വേണം അല്ല? ഉണ്ണിക്കും വേണോ? ഓക്കേടാ. ഇന്നലെ തുടങ്ങി പറയണ ഉണ്ണിനെ കാണണം നീനു. ഓക്കെ ട്ടാ, നമുക്ക് മേടിക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ ഗൈസ് പറഞ്ഞേ ഗൈസ് നീ പോടാ. അങ്ങനെ വേഗം റെഡി ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ചേട്ടൻ ചെറിയൊരു അടച്ചല്ലാണ്. ചേട്ടനിട്ട ഡ്രസ്സ് ചേട്ടന് പിടിച്ചിട്ടില്ല. കാശിക്കുട്ടൻ്റെ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കരഞ്ഞു. ആ ഒരു മൈൻഡ് ചെയ്യണപ്പോൾ വീണ്ടും കരഞ്ഞു. പിന്നെ ഞങ്ങൾ തന്നെ ഇത് സമാധാനിപ്പിച്ചു. നമ്മൾ വിചാരിക്കും പിള്ളേരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവർ കരച്ചിലെടുത്തുന്നു. അങ്ങനെയല്ല, നമ്മുടെ പുത്രന്മാർ ഒരു ദിവസം വേണമെങ്കിൽ ഇരുന്ന് കരഞ്ഞോളും. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിവിടെ ഹെൽത്ത് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോളിയോ കൊടുക്കൽ. ആരും എത്തിയിട്ടില്ല, ഞങ്ങളാണ് ആദ്യം എത്തിയത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ 7:30 വെളുപ്പിന് എണീറ്റ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചോദിക്കാനുണ്ടായിരുന്നു. കാരണം ഇവർക്ക് 2 ദിവസം മുന്നൊക്കെ ചെറുതായിട്ട് വയറ്റിൽ നിന്ന് പോക്കും, അതുപോലെ തന്നെ ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോളിയോ ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ ചോദിക്കേണ്ട. അപ്പോൾ ഇവിടെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരോട് വിളിച്ച് ചോദിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ അതിന് റിലേറ്റ് ചെയ്ത് കുറേ വേറെ ഡൗട്ട് ഉണ്ടാകും. പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കാരണം എനിക്കത് ക്ലിയർ ചെയ്തതാണ്. ഇവർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലവർക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എൻ്റെ ഡൗട്ട് ഫുള്ള് എനിക്ക് ക്ലിയർ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളല്ലേ, മീൻസ് എനിക്കെല്ലാം അറിയണം. എനിക്കൊന്നും മനസ്സിൽ വെച്ചിട്ട് പോരാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നിൻ്റെ ഞാൻ പിടിച്ചിരുത്തട്ടെ. പോളിയോ കൊടുക്കട്ടെ. 2 തുള്ളി പോളിയോ അമൂല്യമാണ്. ഗുഡ് ബോയ്സ് ഉണ്ട്. ഗുഡ് ബോയ്സിനെ കണ്ടില്ലേ? എത്ര ഗുഡ് ബോയാ നോക്കി. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. ഇനി അല്ലിച്ചേട്ടൻ വെരി ഗുഡ്. മോനെ കളയല്ലേ, അമൂല്യം. പോളിയോ ഒക്കെ കുടിച്ച് അടിപൊളിയായിട്ട് നല്ല മിടുക്കം കൂട്ടന്മാരായിട്ട് അവിടെ നിന്ന് പെല്ലോട് വാങ്ങിച്ച് വരാട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 3 പേരും ഒരേ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കാശിക്കുട്ടനാട്ടോ കൊടുത്തത്. അപ്പോൾ അവനൊന്നും സീനാക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ കുടിച്ചപ്പോഴും സീനാക്കില്ല. അവൻ കരഞ്ഞിരുന്നെങ്കിൽ ബാക്കിയുള്ളവരും കരഞ്ഞേനെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ എന്ത് ചെയ്യാന്ന് പോകാനുള്ള റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടിയൊക്കെ ഇന്നലെ പാക്ക് ചെയ്തു. ഇന്നലെ വൈകിട്ടേ പാക്ക് ചെയ്തുള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ അതിന്റെ ഉള്ളില് അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നല്ലേ.
സാധാരണ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ട്രിപ്പ് എന്നല്ല വേറെ എവിടേക്കെങ്കിലും ഒരു ദിവസത്തേക്കായാലും പോകുമ്പോൾ നമ്മൾ കുറേ പ്ലാനിങ് ചെയ്യും, മാസം മുന്നൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നൊക്കെ. ഇത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വളരെ പെട്ടെന്ന് എല്ലാം സെറ്റാക്കി കയ്യിലുള്ള സാധനങ്ങൾ, ഡ്രസ്സ് എടുക്കുക, പിള്ളേർക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ പോവാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും എടുക്കേണ്ടി വന്നില്ല. ചേട്ടന്മാർക്ക് മാത്രമേ ഡ്രസ്സില്ലാത്തുള്ളൂ, ഞങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പോണ വഴിക്ക് കഴിക്കാമെന്നാണ്. നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉച്ചയ്ക്കലത്തെ ഊണും കാലത്തെ ഭക്ഷണവും നമ്മൾ പുറത്തുനിന്നല്ലേ. അത് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിക്കണം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ. അതെന്താണെന്ന് അറിയില്ല, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു. എനിക്ക് തോന്നുന്നു പല കപ്പിൾസും അല്ലെങ്കിൽ ഫാമിലീസ് അങ്ങനെ ആയിരിക്കില്ല, ഒരു ചായയെങ്കിലും ടുഗദറായിട്ട് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ നമ്മളിവിടെ കൊടുങ്ങല്ലൂരുള്ളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, നവ്യയിൽ എത്തിയിട്ടുണ്ട്. ബേക്കറി ആട്ടോ, അത് ബേക്കറി കം ഹോട്ടലാണ്. നമ്മളിവിടുത്തെ മസാല ദശ അടിപൊളിയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. ഞാനും ഏട്ടൻ ഇവിടെ എന്തോ ഒരു ട്രോള് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഫോൺ എടുത്ത് വെച്ചില്ല, അമ്മയുടെ അങ്ങനെ ഫോൺ വാങ്ങിച്ചു വെക്കായിരുന്നു തോന്നി. വേറെ ഒന്നല്ല, ഞങ്ങൾ പോണ സ്ഥലത്ത് വീഡിയോ എടുക്കണമെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. കാരണം അല്ലുനും ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഫോൺ കൊടുക്കാറുണ്ട്. 2 പേരെ കയ്യിലും ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിക്കുന്നു. പിന്നെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ ശരിക്കും തകർന്നു പോയിട്ടോ. എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് തിന്നുന്നല്ല എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണ ഞാൻ കുത്തിക്കയറ്റാറാണ് പതിവ്, അല്ലെങ്കിൽ വാശി പിടിച്ച് അടി കൊടുത്തൊക്കെ കുത്തിക്കയറ്റാറാണ് പതിവ്. ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാണുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനമാണ്. എപ്പോഴെങ്കിലൊക്കെ ഒരു കാഴ്ച കാണണ്ടേ അല്ലേ. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ പതിവ് കാഴ്ചയാണ് ബേക്കറിയിലത്തെ എല്ലാ സാധനങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല വാശിയിലാണ്. അപ്പോൾ ഏറ്റവും വില കുറവിൻ്റെ 2 ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കട വിട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേറെ പല സാധനത്തിൻ്റെയും കണ്ണ് പോകുന്നുണ്ട്. കണ്ട ഹാപ്പി ബർത്ത്ഡേ ടു യു മിൽക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു മീൻസ് ഇവരെ കേക്കിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി വിട്ടു. അപ്പോൾ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്, ടൂർ പോണ ഒരു വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചാച്ചൻ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ റാപ്പ് സോങ്സൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ റാപ്പ് സോങ്സ്. എനിക്ക് പണ്ടത്തെ മറ്റേ മണിമുറ്റത്താമണി ആവണി പൊന്നു എനിക്ക് അങ്ങനത്തെ ടൈപ്പ് പാട്ട് ഇഷ്ടം, എന്താണെന്നറിയില്ല. അപ്പോൾ ചാച്ചനി നിൽക്കുന്നത് അഞ്ജുന് ജലദോഷമുണ്ട്, അപ്പോൾ അവൾക്ക് ലിവോസിറ്റസിന് വാങ്ങിക്കാൻ വേണ്ടി നിന്നായിരുന്നു. അങ്ങനെ കുറച്ച് മരുന്നുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങിക്കാൻ പറഞ്ഞു ജലദോഷത്തിന്. അവൾക്ക് തൊണ്ടവേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ചു. അപ്പം നമ്മൾ മൂന്നാറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ, മലയും കുന്നൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ 3ാമത്തെ പോക്കാട്ടം മൂന്നാർ. നമ്മൾ രണ്ടും പ്രൊമോഷൻ ബേസിലാണ് പോയത്. അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് യാത്രകളൊക്കെ നമുക്ക് പ്രൊമോഷൻ ബേസിൽ പോകുമ്പോൾ നമുക്ക് യാത്രയും ചെയ്യാം, എൻജോയും ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എപ്പോഴും തന്നെയാണോ പണി, പൈസ ചിലവാക്കി പോകണോ? എല്ലാം നമ്മൾ പ്രൊമോഷൻ ബേസിന് തന്നെയാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോഴൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ വിചാരിച്ചു. നിറച്ച് കാറുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ നിർത്തി, നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ, നിറച്ച് കാറും വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ നല്ല ചിലവുണ്ട്, നല്ല മൂവിങ് ആണെന്ന് നമ്മൾ പറയും, അങ്ങനെയാണല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്തവണ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ, അച്ഛനമ്മ അവരാരും ഇല്ല. അപ്പം ഞങ്ങൾ 4 പേരാണ് പോണത്. അപ്പോൾ ഇപ്പം അടുത്തൊന്നും ഞങ്ങൾ 4 പേര് പോയിട്ടില്ല, മുന്നൊക്കെ പോയിട്ടുണ്ട്. ഇവർ ഉണ്ണികളൊക്കെ ഉണ്ടാവുന്നേക്കാളും മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ നമ്മളറിയാം, നമ്മൾ നല്ല രീതിയിലൊരു ട്രീറ്റ് ചെയ്തു. ഒരു ഒഴിഞ്ഞ ഒരു ഭാഗം നോക്കിയിട്ട്, സൈലൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട്, ഈ ഒരു കുട്ടിക്കൊക്കെ നമ്മളടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹമായിരുന്നു. സ്ഥലം നോക്കിയിട്ട് നമുക്ക് സ്ഥലം പിടിച്ചു തന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, വേറൊരു വ്ളോഗേഴ്സിൻ്റെ, സത്യം പറഞ്ഞ ഈ വ്ളോഗേഴ്സിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിക്സ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി സത്യമായിട്ടും, ഒന്നും തോന്നരുത്. അപ്പോൾ അവർ ഭയങ്കര ഒരു വലിയ ഫാമിലി ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവർ മൂന്നാറിലേക്ക് തന്നെയാണ്. അപ്പോൾ അവരടുത്ത് ഹായ് ഒക്കെ പറഞ്ഞു. അവരും നല്ല രീതിയിൽ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരധികം അങ്ങോട്ട് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എന്നത്തെയും പോലെ ബിരിയാണി പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എവിടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി, പിന്നെ അവർക്ക് എന്തെങ്കിലും വെറൈറ്റി വാങ്ങിക്കുമ്പോൾ അവർക്ക് വാങ്ങി കഴിക്കും, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇവർ മറ്റേ മീൽസ് ആണ് പറഞ്ഞത്, ഫിഷ് മീൽസ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചേട്ടാ അൽഫാം പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ ഒരു കുറച്ച് നേരം വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോസിൽ ഞാനുണ്ടാവില്ല, ഒരു 10 മിനിറ്റെങ്കിലും എൻ്റെ തല കണ്ട ഭാഗ്യം. കാരണം ഞാൻ മറ്റുള്ളവരെ ഇവരൊക്കെ വീഡിയോ
എടുക്കുമ്പോൾ ഞാൻ സെൽഫായിട്ട് വീഡിയോ എടുക്കാറില്ല. അതെന്താണെന്നറിയില്ല, അഞ്ജുൻ്റെ വീഡിയോ നോക്കണം പിന്നെ എന്നെ കാണാനായിട്ട്. അതങ്ങനെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് എടുക്കുന്നതൊക്കെ. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നീൽ ചേട്ടൻ മതി നിർത്ത്, ഞാൻ ഫുഡ് കഴിക്കാത്തപ്പോൾ ഉള്ള വീഡിയോ കൊടുക്കുക, ഇത് എന്തെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇങ്ങനെ വീഡിയോ കൊണ്ട് പോകുമ്പോൾ നമ്മൾ അധികം വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ കുറച്ച് പേരൊക്കെ മടിക്കും. അവർക്ക് അയ്യോ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിക്കും. കാരണം അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ സഞ്ജുക്ക് അവിടെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, 2 of us എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇതേപോലെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചമ്മൽ, അയ്യോ വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് എനിക്ക് കയറി വന്നു. അപ്പോൾ പിന്നെന്താ, അപ്പോൾ അവരിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ നമ്മൾ നല്ല സ്നേഹത്തോടായിട്ട് സംസാരിച്ചത്. അവരെ വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു വീട് വരുന്നത് എൻ്റെ ദൈവമേ, അത് ഞാൻ മറന്നല്ല. ചേച്ചിയൊക്കെ നല്ല സ്നേഹമായിരുന്നുണ്ട്. പിള്ളേരുടെയൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങുക. ഒരു ഫാമിലി ആയിട്ട് 10-17 പേരിൽ ഒരു ട്രാവലറിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും അതെ, ഇവിടെ നിന്ന് നമുക്കൊരു 2 മണിക്കൂറോ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിള്ളേരെ അധികം ആരും ഫുഡ് നന്നായിട്ട് രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ അപ്പം തന്നെ ഉറങ്ങി. അപ്പോൾ അത് ദഹിക്കാനുള്ളൊരു സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അധികം നിർബന്ധിച്ചില്ല. പോണ വഴിക്ക് എന്തെങ്കിലും വരെ കഴിക്കാൻ സംഭവം വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട്. പോണ വഴിക്കാണെങ്കിൽ അതിനേക്കാൾ അമ്പടങ്ങ് നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയില്ല, പിന്നെ വീണ്ടും മഴ വരും. അങ്ങനെ ഞങ്ങൾ ശരിക്കും കണ്ടു. മഴയുള്ള ഭാഗം നമ്മൾ പറയില്ലേ, ഈ അപ്പുറത്തെ മഴ വരുമെന്ന് പറയില്ലേ, അതുപോലെ കുറേ ഇടങ്ങളിൽ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ AC ഒക്കെ നിർത്തിയിട്ടിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാരായിരുന്നു. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ മഴ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അന്നത്തെ ഉരുൾപൊട്ടലും സംഭവങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളതിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഡേഞ്ചറല്ലേ ഈ മലയെന്നൊക്കെ. ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വീട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വഴികളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാറക്കെട്ടിൽ നിന്നൊക്കെ ഭയങ്കര ശരിക്കും ചെങ്കല്ല് വെള്ളം ഉണ്ടല്ലോ, അതേപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭയങ്കര ഒരു കണ്ടാൽ നോക്കി ആ റോട്ടിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ഫോഴ്സിൽ. ശരിക്കും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു മഴ കഴിയുമ്പോൾ ഈ ഒരു വെള്ളക്കെട്ടൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ കാണുന്നവർക്കൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നായി. എനിക്ക് ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അന്നത്തെ ഉരുൾപൊട്ടലിന് ശേഷം. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പറക്കാട് നേച്ചർ റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, ഇത് സെക്കൻഡ് ടൈമാണ്. ഒരു കഴിഞ്ഞ ഏപ്രിലാണെന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നത്. നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടേക്ക് വീണ്ടും എനിക്ക് വരാൻ. ഞാൻ ഒത്തിരി കൊതിച്ചിരുന്നു. നല്ല രസമാണ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലാണ് ഭയങ്കര എത്തിനിക്കാണ്, ഭയങ്കര ട്രഡീഷണലാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആനേനെ കണ്ടപ്പോൾ ആ കാശിക്കുട്ടിന് വേറെ ഒന്നും വേണ്ട, നേരെ ചെന്ന് ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആ സിംഹത്തിൻ്റെ മുകളിൽ കയറ്റി എത്തി കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് ചെയ്തിട്ടായിട്ട് ഇരുത്തിയത്. എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ നേരെ പിടിച്ച് സിംഹത്തിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയതാണ്. അല്ലുക്കുട്ടിനൊന്നും ഇതിന് വലിയൊരു താല്പര്യമില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ പൂമാലൊക്കെ അണിയിച്ചിട്ടാണ് സ്വീകരിച്ചത്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവർ ഓൾറെഡി നല്ല രീതിയിലാണ് ഉള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമുക്ക് സ്പെഷ്യലായിട്ട് പൂമാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരും അമ്മയ്ക്ക് മാലയോ ഇത് എന്നുള്ള രീതിയിലാണ് നോക്കിക്കുന്നത്. അത് നേരെ പിള്ളേർക്ക് ഇട്ട് കൊടുത്തു. അവരും ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇവിടെ കിട്ടുന്ന ചന്ദനം നല്ല രസമാണ്, നല്ല മഞ്ഞ കളറായിട്ട്. കളറല്ല, അത് ഒറിജിനൽ ചന്ദനം തന്നെയാണ്. കാരണം ഈ ഒരു സീൻ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടല്ലേ. കല്യാണ ചക്കന്മാരത്തെ കൂടെയൊക്കെ കല്യാണ പെണ്ണും കാശിക്കൂടെ അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, മെമ്മി താലി കിട്ടണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നല്ല രസമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നമുക്ക് വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു, ഗ്രേപ്പ് ജ്യൂസൊക്കെ തന്നു. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കുക. ബാക്കി റൂംസിൻ്റെയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. പിന്നെ എന്നിട്ട് ആഞ്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തണവല്ല, പിള്ളേരെ അധികം നിർബന്ധിക്കേണ്ട എന്നാണ്. പക്ഷേ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ വന്ന് കുടിച്ചോളും. കാരണം ജ്യൂസാണല്ലോ, പുറത്ത് പോയി കുടിക്കുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മൾ വീട്ടിലടിച്ചു കൊടുത്താലും അവരൊരു കഴിക്കില്ല, അതങ്ങനെയാണല്ലേ. അപ്പോൾ നമ്മുടെ പറക്കാട് റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ഇത് ഫുൾ അണ്ടർഗ്രൗണ്ട് പരിപാടിയിലാട്ടോ. താഴത്തേക്കാണ് കുറേ ഫ്ലോർ ഉള്ളത്. ഇവിടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്. കേവ് റൂംസ്, ട്രീ റൂംസ്, ഫോറസ്റ്റ് റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, രാക്ഷസ റൂം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും എടുക്കും. നാളെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ എടുക്കും ഞാൻ എന്തായാലും. അപ്പോൾ ചേട്ടൻ്റെ റൂംസിൻ്റെയും കാര്യങ്ങളൊക്കെ ഇത് ചെക്കിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഫോർമാലിറ്റീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെന്താ നമ്മുടെ പിള്ളേർ ഇവിടെ ക്യൂ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് സൈഡായിട്ട് തന്നെ പറക്കാട്ട് ജ്വല്ലറി ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഫേമസ് ജ്വല്ലറിയാണ്. അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൈവ വിഗ്രഹങ്ങളുണ്ട്, ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള, ഭയങ്കര കണ്ണാട്ടത്തിനൊക്കെ. ഞാൻ എടുത്തു പൊക്കിയാലൊന്നും പെട്ടെന്നൊന്നും പൊങ്ങൂലേ മക്കളെ, അടിപൊളി എന്താ പറയുക രസമാണ് കാണാനായിട്ട്. ഇവിടെ ഞാൻ തിരുപ്പതി ഭഗവാൻ, കൃഷ്ണൻ, അങ്ങനെ മുരുകൻ ഒക്കെ ആയിട്ട് ഇതൊക്കെ കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടു. എന്ത് രസമാണ് കാണാനായിട്ടില്ല. ഇതും ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള, ഗോൾഡ് കവറിങ് ആയിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ആൻറ്റിക് പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെയൊക്കെ ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ രസമാണ് കാണാനായിട്ട്. നീലവാഗിന്ന് ഫുള്ള് ലാവെൻഡർ ഇപ്പൊ ഫുള്ള് മറ്റേ ഓറഞ്ച്. നിങ്ങൾക്ക് പൂ കാണാൻ പറ്റിയിരുന്നു, ഞങ്ങളുടെ റൂമിൽ പൂ കാണാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾക്ക് അത് ഞങ്ങൾ അന്ന് വന്നപ്പോഴുള്ള സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്യൂട്ടായിരുന്നു. ഭയങ്കര ലക്ഷൂറിയസ് രാജകീയമായൊരു സംഭവമായിരുന്നു അതിന്റെ ഉള്ളില്. പക്ഷെ ഞങ്ങൾക്ക് അത് അന്ന് ഞാനും അമ്മയുടെ റൂം ഷെയർ ചെയ്തത്. ചെറിയ ബെഡാണ് അമ്മ കിടന്ന റൂമിലുണ്ടായിരുന്നു. കുട്ടി റൂമില് അമ്മയും അച്ഛനാണ് കിടന്നത്. പക്ഷെ കുട്ടി റൂമാണെങ്കിലും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെറിയ റൂമായിരുന്നു, റൗണ്ട് ബെഡൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതന്നെ കിട്ടി. പക്ഷെ ഞങ്ങള് സെറ്റ് ആവില്ല, ഇവന്മാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എടുക്കാനേ പറ്റില്ല. അപ്പൊ ഞങ്ങള് വേറെ റൂം സെലക്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും ഇവിടുന്ന് നോക്കി അറിയാലോ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ല. അടുത്തടുത്ത് തന്നെ റൂം കിട്ടി. ഇതിന് കുറച്ച് വെളുപ്പ് കൂടിയത്. അപ്പൊ സെറ്റാണ് കാര്യങ്ങളൊക്കെ. സമയത്ത് എത്ര സമയം ഇപ്പൊ ഏകദേശം 4 മണി. നല്ല മഴ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോ നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. ചേട്ടന്മാർ ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് ബാക്ക് സൈഡിലേക്ക്. ഈ വാഗയ്ക്ക് പകരം നീലവാഗയായിരുന്നു. ഇവിടെ കണ്ടേ. അപ്പൊ നമ്മള് ഇവിടെ എത്തി. എല്ലാം ശുഭം. പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കണം, മടിയായിട്ടിരിക്കുക. അപ്പം നല്ലൊരു യാത്ര തന്നെയായിരുന്നു. അപ്പം ഇത് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും നാളെ പറയാം കേട്ടോ. പിന്നെ ഡിന്നർ ഉണ്ടാവും. അപ്പോൾ ഡിന്നറിൻ്റെ വിശേഷം ഞാൻ കാണിക്കാം എന്തായാലും. നമ്മൾ അതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. എൻ്റെ ഇടയിൽ പോയി ചായ കുടിച്ചു, ഫുഡ് കഴിക്കാൻ വന്നു. വലിയ റെസ്റ്റോറൻ്റാണ്, ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം അവിടെ ഇരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിരുന്നു, ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ ആയിട്ട് കഴിച്ചു. ഇതാണ് നൈറ്റ് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ. അപ്പോൾ ഇവിടെ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നിങ്ങളെ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഫുള്ളും ഈ റിസോർട്ട് ചുറ്റിലും നമ്മുടെ തേയിലത്തോട്ടം കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. റൂമിൽ നിന്ന് കാണുമ്പോഴാണ് എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്. അടിപൊളിയായിരുന്നു. നല്ല വ്യൂ മീൻസ് നമുക്കൊരു റിലാക്സ് മൂഡാണ്. നല്ലൊരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നിൽക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വരാം കേട്ടോ. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റിസോർട്ട് വിട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എൻഗേജ്ഡ് ആവാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നാളെ മോർണിംഗ് ആവട്ടെ വീഡിയോ എടുക്കുക എന്തായാലും ഗൈസ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ റൂമിൽ പോയി പിള്ളേരെ ഉറക്കാൻ നോക്കി. പിള്ളേരും ഭയങ്കര ടയേർഡാണ്. വേറെ ഒന്നുമല്ല, വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ടയേർഡാണ്. അപ്പോഴത്തേ അതിന് ഉറങ്ങണ ഒരു സീനാണ് കാണുന്നത്. അതിന് കാലത്തൊരു 11 മണി തൊട്ട് 1 മണി വരെ ഉറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർ ഉറങ്ങണ വീഡിയോ എടുക്കാൻ. കാരണം ഇവരിങ്ങനെ ഉറങ്ങാറില്ല. ഇവർ 1 മണിയൊക്കെ ആയിരുന്നു ഉറങ്ങാറ്. ഒരു അമ്മേരെ രോദനം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തേക്കും വേഗം ഉറങ്ങണ ദിവസങ്ങൾ 9:30 10 മണി ഉറങ്ങണ ദിവസങ്ങൾ ഗൈസ്. എന്തായാലേ ചുമ്മാ ഒരു പ്രാന്ത്. അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.